എന്നെപ്പോലെ എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും മടിയില്ല വേറൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഈ നമ്മളുടെ ഒരു വർഷം മുമ്പുള്ള ഒരു ബ്രൈഡിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ആക്ച്വലി ബ്രൈഡ് ഇത് കാണുമ്പോൾ ഞെട്ടുന്നുണ്ടായിരിക്കും, ഇതൊക്കെ എപ്പോഴാണോ വരണേന്ന് വിചാരിച്ചിട്ട്. ആക്ച്വലി നമ്മളുടെ സെക്കൻഡ് ലുക്കായിട്ടുള്ള അവരുടെ പുടവ ലുക്ക് നമ്മളത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് അതിൻ്റെ ഇടയിൽ വിട്ടുപോയതാണ്. ആൾക്ക് സത്യം പറഞ്ഞാൽ 2 ലുക്കായിരുന്നു. ഒന്ന് സെറ്റ് സാരിയിലുള്ള ഫസ്റ്റ് ലുക്ക് ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ നോർമൽ സെക്കൻഡ് ലുക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആൾക്ക് ലുക്ക് വേണ്ടതെന്നുള്ളത് ആളോട് തന്നെ ചോദിച്ചു നോക്കാം. അപ്പോൾ ആൾ പറഞ്ഞ പോലെ ഒട്ടും ഹെവി ആവണ്ട, ഒട്ടും സിമ്പിളും ആവണ്ട എന്നുള്ളൊരു ടൈപ്പ് ഓഫ് മേക്കപ്പ് ലുക്കായിരുന്നു ആൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അതുപോലെ തന്നെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആൾക്ക് നല്ല ഐഡിയ ഉണ്ടായിരുന്നു, ഐസ് എങ്ങനെ വേണം എല്ലാം നല്ല ഐഡിയ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഹിന്ദു ടെമ്പിൾ ലുക്ക് ആയതുകൊണ്ട് നമ്മൾ ഐസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നീറ്റായിട്ട് തന്നെ അത്യാവശ്യം കാണാനുള്ള രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഫൈനൽ ലുക്കായിട്ട് ഇങ്ങനെയായിരുന്നു ബേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ലിപ്പും ഐയൊക്കെ നമ്മൾ സെക്കൻഡ് ലുക്കിൽ ചേഞ്ച് ചെയ്ത് ഷെയ്ഡ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. മൊത്തത്തിലും ടച്ചപ്പും ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെയർ നമ്മളൊരു ലുക്കിലാണ് രണ്ടിലും പോയിട്ടുള്ളത്. ഫസ്റ്റ് ലുക്കിൽ നമ്മൾ ലൂസായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒരു പൊട്ടും കൂടി കൊടുത്തപ്പോൾ ആൾ സെറ്റായിട്ട്. പിന്നെ നമ്മൾ ഫ്ലവർ സെറ്റ് ചെയ്തത് നമ്മുടെ ഒരു ഓൾഡ് സ്റ്റൈൽ ഓഫ് ജാസ്മിൻ സെറ്റിങ് തന്നെയാണ്. പിന്നെ നമ്മൾ സാരി പോയിട്ടുള്ളത് നല്ലൊരു ഫ്ലഫി പ്ലീറ്റിൽ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ ബ്രൈഡ് ഭയങ്കര ഹാപ്പി ആട്ടോ. പിന്നെ സാരി സെറ്റായില്ലേ? ഹാപ്പി. അപ്പോൾ ഞങ്ങൾ ഒരുപാട് ഫൺ ടോക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളങ്ങനെ എന്തായാലും നമ്മൾ ലുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള ബ്രൈഡ് ഗ്രീഷ്മയുടെ ഫസ്റ്റ് ലുക്കിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ടു ഫോളോ ഫോർ മോർ. ബൈ.